മീൻ വഴുതനങ്ങാപ്പുളി ഉണ്ടാക്കിയാലോ? അതിനുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ചൂടായ എണ്ണയിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ച ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് സോട്ട് ചെയ്ത ശേഷം തല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 4 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ വട്ടത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള 2 വഴുതനങ്ങ കൂടെ ചേർത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് സോട്ട് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. 5 ചെറിയ ഉള്ളി, മീഡിയം സൈസിലുള്ള 2 തക്കാളി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 4 വറ്റൽമുളക്, അല്പം പുളി പിഴിഞ്ഞതും ചേർത്ത് നന്നായി മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഇത് വഴുതനങ്ങാക്കൂട്ടിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം. എണ്ണ തെളിയുന്ന ഭാഗം വരെ നന്നായി സോട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കറി ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് അയലയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മീൻകറി ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. മുകളിൽ ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.